ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് അതിരാവിലെ വെറും വയറ്റിൽ ഒരു 3-4 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നിങ്ങളെ ശരീരത്തിന് ഉണ്ടാകുന്ന ബെനിഫിറ്റുകളെ കുറിച്ചാണ്. ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു അതിശയമാണ്. എങ്ങനെ അതിരാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ 4 ഗ്ലാസ് വെള്ളം കുടിക്കാം? ഇത് പെട്ടെന്ന് കഴിയില്ല. അത് ആദ്യത്തെ ആഴ്ചയിൽ 1 ഗ്ലാസ് വെള്ളം കുടിക്കാം, അടുത്ത ആഴ്ച ആകുമ്പോൾ 1-2 ഗ്ലാസ്, അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഒരു 1-1.5 മാസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് രാവിലെ ഒരു 3-4 ഗ്ലാസ് വെറും വരെ കുടിക്കാൻ കപ്പാസിറ്റി കഴിയും. പ്രത്യേക പ്രയാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതൊരു ശീലാക്കി കഴിഞ്ഞാൽ, ഒരു 3-4 മാസത്തെ ഒരു ശീലാക്കി കഴിഞ്ഞാൽ, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളൊരു ഹാബിറ്റാക്കി മാറ്റി കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ രാവിലെ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയാസം അനുഭവപ്പെടും, വെള്ളം ഭയങ്കര ദാഹം അനുഭവപ്പെടും. അപ്പൊ ഈ ഹാബിറ്റ് നിങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് അതിലൊന്നും നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം ആളുകൾക്കും ഈ ആളുകൾക്കുള്ള പ്രയാസം രാവിലത്തെ മലബന്ധം, രാവിലെ കൃത്യമായിട്ട് ഒരു മലം പുറത്ത് പോരാത്തൊരവസ്ഥ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മുടെ ഈ മലാശയത്തിൽ ഈ മലം വളരെ ടൈറ്റ് ആയിട്ടാണ് കിടക്കുക. അത് രാവിലെ ആകുമ്പോൾ പ്രത്യേകിച്ച് 6-7 മണിക്കൂർ ഉറങ്ങിയ ശേഷം എഴുന്നേൽക്കുമ്പോൾ വെള്ളത്തിന്റെ ഷോർട്ടേജ് ശരീരത്തിൽ ഉണ്ടായിരിക്കാം. അപ്പൊ എന്ത് ചെയ്യുക, ഈ മലാശയത്തിൽ ഈ മലം ഭയങ്കര ടൈറ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ വെള്ളം ഈ 3-4 ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് നമ്മൾ ആമാശയം, ചെറുകുടൽ, വൻകുടലിൽ പിന്നെ മലാശയത്തേക്ക് വെള്ളം എത്തുകയും ഈ ടൈറ്റായി കിടക്കുന്ന മലത്തെ എന്ത് ചെയ്യും, ലൂസാക്കിയിട്ട് അത് പെട്ടെന്ന് ഒരു 10 വെള്ളം കുടിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റിന് ശേഷം കൃത്യമായിട്ട് പുറത്ത് പോകാൻ നമുക്ക് അത് നമ്മളെ സഹായിക്കും. ഈ മലബന്ധത്തിന് പല ആളുകളും ഇംഗ്ലീഷ് മരുന്നുകളും ആയുർവേദ മരുന്നുകൾ കുടിക്കുന്ന ആളുകളുണ്ട്. ഇതിന് ആവശ്യം ഇങ്ങനെ കൃത്യമായിട്ട് വെള്ളം കൂടി പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മുടെ ദഹന പ്രക്രിയക്ക് ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ അതിരാവിലെ തന്നെ വെള്ളം കുടിക്കുകയാണെങ്കിൽ അന്നത്തെ ഒരു ദിവസത്തെ ഒരു ദഹന പ്രക്രിയക്ക് എന്ത് ചെയ്യും, ഇത് വളരെ ഉഷാറാക്കി ഈ പ്രക്രിയ ശരിയാക്കി എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ സ്കിന്നിന്റെ തൊലിന്റെ സൗന്ദര്യത്തിന് വെള്ളം നല്ല പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ തൊലിന്റെ ഇതിലെ കോശങ്ങളെ കൃത്യമായിട്ട് വെള്ളം എത്തണം. കോശങ്ങളിൽ നിന്ന് വേസ്റ്റേജ് ഒക്കെ കൃത്യമായിട്ട് തിരിച്ചെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ സ്കിന്നിന്റെ ഭാഗങ്ങളിൽ നല്ല എലാസ്റ്റിസിറ്റിക്ക് നല്ല വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നല്ല വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ശരീര സൗന്ദര്യം കൂടി അത് വർദ്ധിക്കും. പിന്നെ മറ്റൊന്നാണ് നമ്മളെ മെറ്റബോളിസം. നമ്മുടെ ശരീരത്തിന്റെ ടോട്ടൽ പ്രവർത്തനം, നമ്മൾ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിച്ചതിന് ശേഷം ദഹന പ്രക്രിയ നടക്കുക, ശരീരത്തിന് ആവശ്യമുള്ള ഊർജ്ജങ്ങൾ എടുക്കുക, പിന്നെ എന്ത് ചെയ്യുക, ആവശ്യമുള്ള ഊർജ്ജം എടുത്തിട്ട് ബാക്കിയുള്ള വേസ്റ്റ് പുറത്തുള്ള ശരീരത്തിന് ടോട്ടലി മെറ്റബോളിസം പ്രവർത്തനത്തിന് വെള്ളം നല്ലോണം ആവശ്യമാണ്. വെള്ളം നല്ലോണം കുടിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ഈ വെള്ളം കുടിയെ പറ്റി പറയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഇപ്പൊ ഈ ആധുനിക കാലഘട്ടത്തിൽ സ്കൂളിലേക്ക് പോകുന്ന പെൺകുട്ടികൾ വെള്ളം കുടിക്കുകയല്ല. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് സ്കൂളിലെ ബാത്റൂമുകൾ അവർ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊന്നും വെള്ളം കുടിക്കൂല, പകൽ സമയത്ത് വെള്ളം തന്നെ അവർ കുടിക്കൂല. ഇത്ര ഇങ്ങനെ വെള്ളം കുടിക്കാന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർക്ക് എന്ത് ചെയ്യുക, ഭാവിയിൽ ഒരുപാട് അവരുടെ കിഡ്നിക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻസ് ഉഷാറായി നടക്കും. കാരണം നമ്മൾ രാവിലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലേക്കാണ് ഈ വെള്ളം നേരിട്ട് കയറും. അപ്പൊ രക്തത്തിന്റെ അളവ് കൂടും. ഈ രക്തത്തിലൂടെയാണ് ഹൃദയം പമ്പ് ചെയ്യുന്ന സമയത്ത് ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലേക്ക് കൊണ്ട് ഊർജ്ജവും കോശങ്ങളിലേക്ക് കൊണ്ട് ഓക്സിജനൊക്കെ എത്തുന്നത്. അപ്പൊ ഈ വെള്ളം നല്ല കുടിച്ചു കഴിഞ്ഞാൽ ഈ കൃത്യമായിട്ട് ഈ ഓക്സിജനും വൈറ്റമിൻസും പോകാനുള്ള വഴികൾ ഇവിടെ കൃത്യമായിട്ട് ഉണ്ടാവുകയും, അതുപോലെ തന്നെ അത് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ, തലച്ചോറിലൊക്കെ നല്ല കൃത്യമായിട്ട് ബ്ലഡ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ഉഷാറാക്കി എടുക്കാനും കഴിയും. പിന്നെ മറ്റൊന്നാണ് നമ്മുടെ വെയിറ്റ് ലോസിന് കൃത്യമായിട്ട് നമ്മുടെ ശരീരഭാരം കുറക്കാൻ ഒരുപാട് വെള്ളം സഹായിക്കുന്നുണ്ട്. കാരണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തെ അത്യാവശ്യം നിറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. പിന്നെ അതിനുശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കൂല. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഭക്ഷണം ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിക്കാനും അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് ഇത് നമ്മെ സഹായിക്കും. മറ്റൊന്നാണ്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മുടെ എനർജി ലെവൽ സ്ട്രോങ് ആയി നിൽക്കണം. എന്നാലേ നമുക്ക് എല്ലാ ചെയ്യുന്ന ജോലികൾ കൃത്യമായിട്ട് തടസ്സം കൂടാതെ മടുപ്പും കൂടാതെ ചെയ്യുള്ളൂ. എന്ത് ചെയ്യുക, ഈ എനർജി ലെവൽ സ്ട്രോങ് ആയി നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്കിന്റെ എല്ലാ കോശങ്ങളിലേക്കും കൃത്യമായിട്ട് എനർജി, ഓക്സിജനൊക്കെ എത്തേണ്ടതുണ്ട്. മറ്റൊന്നാണ് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോശങ്ങളിൽ മാലിന്യങ്ങൾ ഉണ്ടായിരിക്കാം, വിഷവസ്തുക്കൾ ഉണ്ടായിരിക്കാം, മറ്റു വേസ്റ്റുകൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും അണുക്കളൊക്കെ പുറത്തുള്ള ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ സംവിധാനത്തെ എന്ത് ചെയ്യുക, ഒന്ന് ക്ലീൻ ആക്കുന്ന സംവിധാനത്താണ് ഈ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുക. ഈ ലിംഫാറ്റിക് സിസ്റ്റം സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കുകയാണ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഇന്ന് ചർച്ച ചെയ്ത വിഷയങ്ങളെ കുറിച്ച് താങ്കളുടെ അഭിപ്രായങ്ങളും കമന്റുകളും താഴെ അറിയിക്കുക. മറ്റൊരു വിഷയമായി നാളെ കാണാം. ഓക്കെ, താങ്ക് യു.